ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. മരട് നഗരസഭ ചാറ്റ് ബോർഡ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. മരട് നഗരസഭാ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ എന്ന ആശയം മുൻനിർത്തി നടപ്പിലാക്കിയ മരട് നഗരസഭ ചാറ്റ് ബോർഡ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. നഗരസഭാ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് കൂടുതൽ സേവനം ചെയ്യാനുള്ള സന്നദ്ധതയാണ് ഈ വാട്സാപ്പ് ചാറ്റ് ബോർഡ് ഉദ്ഘാടനത്തിലൂടെ നഗരസഭയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള സേവനം വേണമെങ്കിലും നഗരസഭകളിൽ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങണമായിരുന്നു. എന്നാൽ ഇന്ന് സർക്കാർ ഓഫീസുകളിലും നഗരസഭകളിലും വില്ലേജ് ഓഫീസിലൊന്നും കയറി ഇറങ്ങാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും ഈ നഗരസഭയിൽ മാത്രമല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും, ഇന്ത്യയിലും അല്ലേ, എവിടെ വേണമെങ്കിലും ഈ ഭാഷ ഏത് ഭാഷയിലായാലും ഏത് പ്രദേശത്തായാലും ഈ സേവനം. നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലക്ഷ്മി സുനിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ്, റിനി തോമസ്, ബേബി പോൾ, കൗൺസിലർമാരായ ദിശ പ്രതാപൻ, PD രാജേഷ്, സിബി സേവ്യർ, മോളി ഡെന്നി, പത്മപ്രിയ, വിനോദ്, ഷീജ സൻകുമാർ, KV സീമ, ജയ ജോസഫ്, രേണുക ശിവദാസ്, നഗരസഭാ സെക്രട്ടറി E നാസീം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് ആധുനിക രീതിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അത് കൃത്യമായി ഉപയോഗിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തപ്പി നടക്കുന്നത്. അപ്പോൾ ഇന്ന് മരട് നഗരസഭ പുതിയതായി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ വാട്സപ്പ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന നഗരസഭയുടെ ഒരു സൈറ്റ്, അല്ലെങ്കിൽ നഗരസഭ ഇന്ന് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ള ചാറ്റ് ബോട്ട് നമുക്കെല്ലാവർക്കും ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ലിങ്കുകൾ നമ്മൾ വളരെ കൃത്യമായി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇന്നിപ്പോൾ ഓരോ വിഷയത്തിനും ഓരോ സേവനങ്ങൾ എന്തെല്ലാം രീതി, ഏതെല്ലാം സപ്പോർട്ടിങ് പേപ്പറാണ് വേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളത് പല ആളുകളോടും ചോദിച്ച് ഇപ്പോൾ ഒരു വിധവ പെൻഷന് അപേക്ഷിക്കാൻ അതിന് എന്തെല്ലാമാണ് നമുക്ക് അതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് എന്ന് പലപ്പോഴും നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ കൗൺസിലർമാരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റാളുകളെയോ വിളിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ സംവിധാനമാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സംവിധാനമാണെങ്കിലും അത് ഏത് വേണം എന്ന് ചോദിച്ചാൽ ചാറ്റ് ബോർഡിലേക്ക് നമ്മൾ ഒരു നമ്പറിലേക്ക് നമ്മളൊരു ഹായ് അയച്ചാൽ നിങ്ങൾ ആ ലിങ്കിൽ നമുക്ക് അംഗമായി നമുക്ക് അതിലൂടെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ചാറ്റ് ബോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ വാട്സപ്പ് വഴി നമുക്ക് ഈ ഒരു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ വാട്സപ്പ് വഴി ആ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നഗരസഭയിൽ സേവനങ്ങൾ ലഭ്യമാകും. ആ സേവനങ്ങളിൽ നിന്ന് ഏത് സേവനമാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് അതിന് വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പ് വഴി നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്കത് സ്വയമേ തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ വഴി തന്നെ നമുക്കത് ലഭ്യമാകും. കാലത്തിനൊത്ത് വളരുന്ന ശാസ്ത്ര സാങ്കേതിക സാധ്യതകളെ ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കുകയാണ് മരട് നഗരസഭ ചാറ്റ് ബോർഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഉപഭോക്താക്കൾക്ക് മികച്ച രീതിയിലുള്ള സേവനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെവിടെയിരുന്നും മരട് നഗരസഭയുടെ സേവനത്തോടൊപ്പം മറ്റ് നഗരസഭകളുടെയും സേവനം ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 81 38 96 90 47 എന്നതാണ് ചാറ്റ് ബോട്ടിന്റെ വാട്സ്ആപ്പ് നമ്പർ. പ്രശസ്ത നമ്പറിലേക്ക് ഹായ് അയച്ച് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്ത് ആവശ്യമായ സേവനങ്ങൾ 24 മണിക്കൂറും വാട്സപ്പിലൂടെ തന്നെ ഗുണഭോക്താവിന് ലഭ്യമാക്കുന്നതാണ്. കൂടാതെ നഗരസഭയുടെ വിവിധ സേവനങ്ങൾ ചാറ്റ് ബോട്ട് ഇവയ്ക്ക് തത്സമയ പ്രതികരണങ്ങൾ നൽകുകയും ഉപയോക്താക്കൾക്ക് വഴികാട്ടുകയും ചെയ്യും. സ്മാർട്ട് പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഒരൊറ്റ ക്ലിക്കിൽ സാധ്യമാക്കുമെന്നാണ് ഇതിന്റെ ഗുണം. വയോജനങ്ങൾക്കും കിടപ്പിലായവർക്കും നഗരസഭയുടെ സേവനങ്ങൾ ലളിതമായും വേഗത്തിലും ഇതിലൂടെ ഉപയോഗപ്പെടുത്താനാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാമ്പറമ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മരട്.